കണ്ടില്ലേ? എന്താണത്? അവരെ കാണാനില്ല. അച്ഛനും വന്നിരിക്കാണ്. എത്ര നേരമായി അവിടെ നോക്കി നിന്നിട്ട് നിന്റെ അവന്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നേരത്തെ കാണിച്ചു തന്നെ, പക്ഷെ അവന്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? വിഷമമായില്ലേ നിനക്ക്? ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് അതൊന്നും വേണ്ടെന്ന്. കാടിന്റെ ഉള്ളിലൊക്കെ കൊച്ചു പിള്ളേരെയും കൊണ്ടുവന്ന് അപ്പൊ എന്താ ഇത്ര ദേഷ്യം എന്ന് വെച്ചാൽ അവൻ ഒരു കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത്. കരിവണ്ടൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ. ഒരു പ്രൊമോ വീഡിയോ പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഗൗരവത്തിൽ നിൽക്കുന്നത്. അപ്പൊ ആ പ്രൊമോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ബിഹൈൻഡ് ദ സീൻ, ഞങ്ങൾ എങ്ങനെ എടുക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത്ര സെറ്റപ്പ് ഒക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥിരം പ്ലേസ് ആയ കുന്നുംപുറത്താണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഗുണ്ട്രാപ്പ് കണ്ടില്ലേ, അതേപോലത്തെ ഒരു ഇതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് തന്ന സ്വീകരണത്തിക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ അതിനെ കാട്ടി മികച്ചതെന്ന് വേണമെങ്കിൽ മേക്കപ്പ് സാധനങ്ങളാണ്. ഇതൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങൾ. അതൊക്കെ നമുക്ക് മേലെ പോയി കാണിച്ചു തരാം കേട്ടോ. ഡോണ്ടു. അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ നിറച്ച് കാടാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡിൽ നിന്ന് കാടാണ്. അപ്പൊ ഞങ്ങളിത് കയറി ശീലമായി. ഇനി നിങ്ങളൊക്കെ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിതക്കും ഗൈസ്, നന്നായി കിതക്കും. ആദ്യമായിട്ട് കയറുന്നോണ്ടായിരിക്കും. പിന്നെ മല കയറി ഒരിക്കൊന്നും അത്ര റിസ്ക് ഉണ്ടാവില്ലേ. അയ്യോ, നമുക്ക് കയറാം. അപ്പൊ ഗൈസ് വളരെ റിസ്ക് എടുത്ത് കാട്ടിന്റെ അവിടെയൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കും വേണ്ടി കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറെ ഞങ്ങളുടേതായ കഴിവുകളും എല്ലാം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ഗുണ്ട്രാപ്പു പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഗുണ്ട്രാപ്പൂരെ കാട്ടി ഗൗരവം. എന്താണ് കഥാപാത്രത്തിന്റെ പേര്? ഞാൻ മറന്നുപോയി. കരിവണ്ടൻ. കരിവണ്ടനാണ് ഗായ്സ്. അവൻ ഗൗരവത്തോടെ പോവുകയാണ്. കഥാപാത്രത്തിനെ ഉൾക്കൊണ്ട് ഇവിടെയൊക്കെയാണ് ഷൂട്ടിങ് നമ്മൾ നടത്തുക. കാടിന്റെ പ്രദേശം ഞങ്ങൾ പറഞ്ഞില്ലേ, കാടിന്റെ അത്രയ്ക്ക് എന്നെ പേടിപ്പിക്കുന്നു ഗായ്സ്. കാടിന്റെ അത്ര ഇതൊക്കെ വേണം, എന്താണ് പറയാ, അതൊക്കെ. അപ്പൊ നമ്മള് വലിയ കാടിന്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ പോണു. വീട്ടിന്റെ അവിടെ നിന്ന് കുറെ ദൂരം ഇപ്പൊ തന്നെ വന്നു. അപ്പൊ കുറെ ദൂരം ഇപ്പൊ തന്നെ വന്നു പോകാൻ ഇപ്പൊ ഗൗരവത്തിൽ നിൽക്കുകയാണ്. അതിന്റെ ഇപ്പൊ സൗണ്ടൊക്കെ കേൾക്കണല്ലേ, അപ്പൊ കാണിക്കുന്ന പോലെ ഇപ്പൊ നല്ല സൗണ്ടാണ്. കാട്ടിന്റെ ഉള്ളിലെത്തിയത് ഒരു പ്രതിനിധിയാണ്. എന്തായാലും കാട്ടിന്റെ ഉള്ളിൽ തന്നെ പോകണം. അപ്പൊ ഞങ്ങൾക്ക് പോവുകയാണ്. അപ്പൊ അതിനുള്ള സപ്പോർട്ടൊക്കെ തരണം. വളരെ റിസ്ക് ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മള് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ റബ്ബർ തോട്ടങ്ങളുടെ ഉള്ളിൽ വളരെ ഒരു നിഗൂഢതയായ ഒരു സ്ഥലമാണ് അല്ലേ. നമ്മുടെ ഇത് ഷോർട്ട് ഫിലിമിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ആണെങ്കിൽ ക്യാരക്ടറിനനുസരിച്ച് കൊതുകൊക്കെ അടിക്കും. അപ്പൊ വളരെ റിസ്ക് എടുത്തിട്ടൊക്കെ ചെയ്യണം. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് എല്ലാം സെറ്റ് ആവട്ടെ. ഓക്കെ, ആദ്യം എന്താണ് അതൊക്കെ സെറ്റ് ചെയ്യാല്? ആദ്യം മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് ചെയ്യണം. അപ്പൊ ആ മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണിക്കും പ്രേക്ഷകർക്ക്. അത് കയ്യിലെടുത്ത് കാണിച്ചാൽ മതി, അവിടെ നിന്ന് കാണിച്ചാൽ മതി. പുട്ടി മുഖത്തടിക്കണം. പുട്ടി
ഇത് പിന്നെ ലിപ്സ്റ്റിക്ക് അത് അത്ര ഇടാറില്ല, അന്നേരം എടുത്തു. പിന്നെ ഇത് മറ്റേ മീശ വരയ്ക്കുന്ന സാധനം, ഇതെന്താ ഐലീനർ, കത്രിക, പിന്നെ എന്താ സാധനം ബ്രഷാക്കിയപ്പോ ഗായ്സ് ഇവിടെ ഭയങ്കര റിസ്ക് ആണ് ഗായ്സ്. അപ്പൊ എന്തായാലും അപ്പൊ ആയിട്ടില്ല, കരി കാണാനില്ലേ? മെയിൻ സാധനം എടുത്തില്ലേ? കരി പണ്ടെന്നാണ് കഥാപാത്രത്തിന്റെ പേര്, കരി എടുക്കാൻ മറന്നു. സോ അപ്പൊ നമ്മളിനി കരി എടുത്തിട്ട് വരാം. അപ്പൊ ഇവിടെ നിന്നോ, ഞാനും അച്ഛനും കൂടി പോയി എടുത്തിട്ട് വരാം. ഞാൻ വരണോ? അവൻ ഒറ്റയ്ക്ക് ഇവിടെ നിക്കാനാ? അത് കുഴപ്പമില്ല, അവൻ നിക്കൂല. സ്ഥലങ്ങൾ അല്ല നീയേ ഒരു കാര്യം, അപ്പൊ ഒന്ന് ക്യാരക്ടർ ആവണം. അപ്പൊ ഇവിടെ ഒന്ന് ആ ഭീകരതയൊക്കെ ഒന്ന് അതിനായിട്ട് ഒന്ന് സെറ്റപ്പ് ആവും അല്ലേ? പറഞ്ഞു കൊടുക്ക, മുണ്ട് ഉടുപ്പിച്ചു കൊടുക്കും ഇപ്പൊ തൽക്കാലം. പിന്നെ ഇതായി നീ ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്യില്ലേ ഗൈസ്, ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക ഗൈസ്, ഒരു ക്യാരക്ടർ ചെയ്യില്ലേ. അപ്പൊ നീ ഇവിടെ പ്രകൃതിന്റെ അടുത്ത് ഒരു ഇണങ്ങി നിക്കണം. ഞാൻ മുണ്ടൊക്കെ ഉടുപ്പിച്ചു തരാം, നോക്ക്. ഇവിടെ ധൈര്യത്തിൽ നിക്കണം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വരാട്ടോ, ഒരു 10 മിനിറ്റ് പോരെ? 10 മിനിറ്റ് കൊണ്ട് എത്തില്ല. ഓടിപ്പോയിട്ട് വരാം. അത് എന്താന്ന് പറയട്ടെ ഇപ്പൊ? പെട്ടെന്ന് വരാം. ഇപ്പൊ അവന്റെ ആ ഗുണ്ടായിസൊക്കെ പോയല്ലോ, പേടിച്ച. ഇല്ല ഇപ്പൊ വരാട്ടാ. ഗുണ്ട്രാപ്പൂന്റെ വേഷം. ഓക്കെ, അപ്പൊ നമ്മള് കരിയൊക്കെ എടുത്തിട്ട് വരാം. വേണമെങ്കിൽ നിങ്ങൾക്കും കാണിക്കാട്ടോ എടുക്കാൻ പോണതൊക്കെ. അപ്പൊ നിക്ക് കേട്ടാ, ധൈര്യത്തിൽ നിക്ക്. വേണ്ട നീ അവിടെ ക്യാരക്ടറായിട്ട് നിക്ക്. അച്ഛൻ പറഞ്ഞ ക്യാരക്ടർ ഓർമ്മയുണ്ടല്ലോ, ഗൗരവം. അങ്ങനത്തെ ഒരു കാടിന്റെ ഒരു ഇതാണ് കേട്ടാ. അതൊക്കെ പ്രകൃതിയോട് അങ്ങനെ ഇണഞ്ഞ് ആ ക്യാരക്ടർ ആവും. ഓക്കെ, കരിവണ്ടനാവും കേട്ടാ. അപ്പൊ നമ്മൾ ഈ കാടിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ കാടിന്റെ നടുക്കാണ് അവൻ നിക്കുന്നത്, അത്ര ദൂരെയാണ് അവൻ നിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവൻ പേടിക്കോ? അച്ഛൻ പേടിക്കോ? പേടിക്കും. പിന്നല്ലാണ്ട് കൊച്ചുകുട്ടിയല്ലേ അവൻ. എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 15 മിനിറ്റ് ആയില്ല. നിന്റെ ഒരു പ്രാങ്കല്ലേ, എനിക്ക് ഇതിനോടൊന്നും ഇതുണ്ടായിരുന്നില്ല. ശരി, ഞാൻ അത് പ്രേക്ഷകരോട് പറ പ്രാങ്കായിരുന്നു. അപ്പൊ അത് പറയാൻ മറന്നുപോയി. ഇതൊരു പ്രാങ്കാണ്. അവൻ അവിടെ നിർത്തിയിട്ട് ഒരു പ്രാങ്ക് ചെയ്താണ് നമ്മള്. അപ്പൊ നമുക്ക് അവന്റെ റിയാക്ഷൻ ഒക്കെ എടുക്ക. അപ്പൊ നമുക്ക് ഞാൻ അച്ഛനെ വയ്യല്ലോ. ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, എത്ര ദൂരം നടക്കണം. എന്നാ ശരി, ഞാൻ പോയി എടുക്കാം ഗൈസ്. അപ്പൊ ഇനി ഞാനാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ അപ്പുവിന്റെ റിയാക്ഷൻ ഒക്കെ നമുക്ക് കാണാം. അവിടെയാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ അവന്റെ അടുത്ത് ഇപ്പൊ തന്നെ പ്രാങ്കാണെന്ന് പോയി പറയട്ടെ, അല്ലെങ്കിൽ അവൻ ഇപ്പൊ പേടിക്കും. അപ്പോൾ അവൻ അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് അവിടെയൊക്കെ പോകാട്ടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫ്രണ്ട് ക്യാമറ ആക്കണം. ഇങ്ങനെ ആക്കി എന്നെയില്ലേ കാണുക. അപ്പോൾ അങ്ങോട്ട് ആക്കാം ഗൈസ്. അപ്പോൾ അവൻ അവിടെ നിൽക്കുന്നത് ഇതെന്താ ഒരു സീറ്റ് പോലെ, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് അവനെ കാണാനില്ലല്ലോ ഗൈസ്. അപ്പോ ഗൈസ് അവനെ കാണാനില്ല. അവ ഇവിടെ തന്നെയാണ്ടോ നിന്ന് ഇതാക്കണ്ട പെട്ടി. അപ്പോ ഗൈസ് കൊടുങ്കാട്. വെറുതെ ആയ പ്രാങ്ക്. അച്ഛനാണെങ്കിൽ അവിടെ നിൽക്കുന്നു. ഇനി തിരിച്ചങ്ങോട്ട് നടന്ന് പറയുമ്പോഴേക്കും ഗൈസ് എന്ത് ചെയ്യും? ഗൈസ് അവനെ കാണാനില്ലല്ലോ, എവിടെ പോയി? ഒളിയാണ്ട് വാടാ, സൗണ്ട് കേട്ടാ ഗൈസ്. അപ്പൊ അപ്പുവിനെ കാണാനില്ല, അവ എവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കണ്ടാവും. അപ്പു ഇറങ്ങി വാടാ. ഇതൊരു പ്രാങ്ക് ആയിരുന്നതാ, നിന്നെ പറ്റിക്കാൻ ഇവിടെ നിർത്തിയതാണ് ഗൈസ്. അവനെ കാണാനില്ലല്ലോ. കൊതുവാണല്ലോ ഗൈസ്. അപ്പോ നമ്മളന്ന് ആ വീഡിയോയിൽ അപ്പുവിനെ കാണാനില്ല പറഞ്ഞതാണ്. പിന്നെ അവൻ പ്രാങ്ക് ആണെന്ന് മനസ്സിലായി. ഇന്നെന്താണാവോ ഗൈസ്, പണി പാളിയാ. കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നോക്കണം, പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല.
അപ്പോ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ അവൻ വന്ന് നിൽക്കുവോ? ഓ, കാണാനുമില്ലല്ലോ. അപ്പോ അപ്പോ വാടാ, കളിക്കണ്ട്. അപ്പോ ഇവിടെയും കുറെ വഴിയൊക്കെ ഉണ്ട്, അവനെ കാണാനില്ല. അപ്പോ അച്ഛനാണെങ്കിൽ അവിടെ കാണല്ലോ. അപ്പോ ഓ ഡാ വാടാ. ഗൈസ്, അപ്പുനെ കാണാനില്ല. അപ്പോ വാടാ. അപ്പോ അവനെ കാണാനേ ഇല്ല. അവനെ എവിടെ പോയെന്നറിയില്ലല്ലോ. ഇത് എൻ്റെ മനസ്സിൽ വന്നൊരു ഊള പ്രാങ്കായത്. എന്താ ചെയ്യാ? അപ്പോ ആടാ. ഗൈസ്, കാട്ടിൽ നിർത്തിപ്പോയത് വെറുതെ ആയാ? കാണാനില്ല അവനെ. ഓ ഗൈസ്, കാണാനില്ല അവനെ. ഇവിടെ തന്നെ നിർത്തിയത്. ആ സാധനങ്ങളൊക്കെ മേക്കപ്പ് സെറ്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഗൈസ്? മറ്റേ എന്ത് അവരെ കാണാനില്ല ഗൈസ്. അച്ഛനും വന്നിരിക്കാണ്. എത്ര നേരമായി അവിടെ നോക്കി നിന്നിട്ട് നിന്റെ അവന്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. ആ, ഇതൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നേരത്തെ കാണിച്ചു തന്നെയാണ്, പക്ഷെ അവന്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. എന്താണെന്ന് അറിയില്ല. അച്ഛനിപ്പോ വന്നിരിക്കാണ്. ഞാൻ ഇപ്പൊ എത്ര നേരം ഇവിടെ വന്നിട്ട് അവനെ കാണാനേ ഇല്ല. എത്ര വിളിച്ചിട്ടും അവനെ കാണാനേ ഇല്ല ഗൈസ്. ഇപ്പൊ അച്ഛനെ ക്യാമറ എടുക്കുന്നത്. അപ്പൊ അവനെവിടെ പോയെന്നറിയില്ല. നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? വിഷമമായില്ലേ നിനക്ക്? ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് അതൊന്നും വേണ്ടെന്ന്. കാടിന്റെ ഉള്ളിലൊക്കെ കൊച്ചു പിള്ളേരെയും കൊണ്ടുവന്ന് അപ്പു വാടാ വാടാ വാടാ. അപ്പു വാ 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 വാ. അതേ, ഞങ്ങള് നിന്റെ പുറകെ തന്നെ വന്നു കേട്ടാ. പറഞ്ഞു കൊടുക്ക അപ്പു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക. അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ പ്രാങ്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ നീ പോണ്ടായില്ലേ, അപ്പൊ ഞാൻ നിന്റെ പുറകെ തന്നെ. എന്തായാലും ആ ഫ്ലാഷ് ബാക്ക് പ്രേക്ഷകർ കാണട്ടെ അല്ലേ? കണ്ടോ? ആ, എന്താടാ ഇവിടെ കാണിക്കണേ? ആ, എന്നാ അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ഒരു കാര്യം പറയട്ടെ. അവിടെ ഇരിക്കേ. ആ, വീഡിയോന്റെ കാര്യം പറയാനാണ്. അതായത് ചേട്ടപ്പ അങ്ങോട്ട് പുറത്തു പോയേക്കാണ്. നിന്നെ പ്രാങ്കാൻ വേണ്ടിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ, പറയാ. അതായത് നിന്നെ ഒരു കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ട് കുന്നുംപുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് കാടിൻ്റെ ഉള്ളിൽ നിന്നെ കുറേ നേരം നിർത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അവൻ പ്രാങ്ക് എന്ന് പറയും. അപ്പം നീ പ്രാങ്കായില്ലേ? അത് അഭിനയിക്കാനല്ല, നിന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണെന്ന് പറയും. സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പണി കൊടുത്താലോ? അതായത് നീ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അച്ഛനും ഉണ്ടല്ലോ കൂടെ. അവൻ അച്ഛനെ ക്യാമറ ചെയ്യാനാണ് വിളിച്ചേക്കണത്. ആ, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് നീ അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു നല്ല പണി കൊടുക്കാം അവനെ. അതായത് നീ അതിനും കട്ടി പണി കൊടുക്ക. നീ അവിടെ നിന്ന് മുങ്ങണം. നീ അവിടെ നിന്ന് പെട്ടെന്ന് അച്ഛനും അവനും തിരിച്ചു വരുമല്ലോ. ആ സമയത്ത് നീ അവിടെ നിന്ന് പെട്ടെന്ന് ആ ഇടവഴി കൂടെ പെട്ടെന്ന് മുങ്ങണം. ആ കല്ലിട്ട വഴിയില്ലേ, ആ കല്ലിട്ട വഴി കൂടെ മുങ്ങിയിട്ട് നീ അച്ഛൻ്റെ അടുത്ത് എത്തണം. അപ്പോഴേക്കും അച്ഛനെ ഇവനെ ഇവിടുന്ന് വിട്ടേക്കാം, ഒറ്റയ്ക്ക് വിട്ടാം. അതിനെന്തെങ്കിലും അച്ഛൻ ട്രിക്ക് കാണാം. എന്നിട്ട് നമുക്ക് അവൻ അപ്പോഴേക്കും പേടിക്കില്ല. നിന്നെ കാണാണ്ട് അവൻ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി പ്രാങ്ക്. അത് പൊളിക്കില്ലേ? അപ്പൊ ശരി, ഓക്കെ, ഡൺ.
ആ അവൻ പ്രാങ്ക് ചെയ്യുന്ന നമുക്ക് തിരിച്ചു ചെയ്യാം. അതെ. പറഞ്ഞു തരണം. ആ അത് നീ ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ അവിടെ പോകുമ്പോ കാണിച്ചു തരാം ഏട്ടാ. ചമ്മിയല്ലേ കളിയാക്കടാ അപ്പു. അയ്യേ ചമ്മി, ഞാനാണ് നിന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കി. അച്ഛൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നീ പ്രാങ്ക്. ശരിക്കും ഒടുക്കത്തെ പ്രാങ്കായി പോയി അല്ലേ ഇത്. ഇത് ഭയങ്കര ടച്ചിങ്. ഞങ്ങൾ എവിടെ നിന്നൊന്നും കണ്ടില്ലല്ലോ. ഇവൻ ആ കാട്ടിൽ കൂടെ എത്ര റിസ്ക് എടുത്തിട്ടാണ് വന്നത്. ഇടവഴിയില്ലേ ആ ഇടവഴി കൂടെ ഈ സാധനമില്ല, ഈ മതിലിന്റെ അപ്പുറത്തുള്ള നമ്മൾ പോയതിന്റെ വഴിക്ക് ഇവൻ അതിൽ കൂടെ കുഞ്ഞു പോയി വന്നു. നമ്മളവിടെ പോയി സംസാരിക്കുമ്പോ ഇവൻ കേട്ടു, മനസ്സിലായില്ലേ? എന്നിട്ട് അവൻ പുറത്ത് വന്നാണ്. ആ ഇപ്പൊ ബാക്കിലുണ്ടായിരുന്നു. ബാക്കിലില്ല, കുറച്ച് നീ ഇവിടെ വന്ന അന്വേഷണം കഴിഞ്ഞിട്ട് വന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലേ? പുറകിലുണ്ട്. ഓക്കെ, ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ നാറി നീ പ്രാങ്കിന്റെ മേലെ പ്രാങ്ക് ആയിപ്പോയി. വടി കൊടുത്ത് അടി പഠിച്ച അവസ്ഥയായി. ആ കൊഴപ്പില്ല. ചമ്മി അതിന്റെ വീഡിയോ ഞാൻ കരഞ്ഞൂലേ? കരഞ്ഞോ? ഇവനെ കാണാണ്ടായി പിന്നെ എന്ത് ചെയ്യുന്നത്. ഓക്കെ, വേറെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പ്രാങ്ക് ഒക്കെ ചീറ്റിപ്പോണു ഗൈസ്. ഞാൻ ഇടവഴി കൂടെ വന്നിരിക്കണ. അച്ഛൻ ഇവിടെ നിൽക്കാന്നാ പറഞ്ഞിരിക്കണേ. ഭയങ്കര കൊതു ഉറുമ്പും. ഇതാ അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രാങ്ക് ചെയ്യുന്നു കേട്ടാ. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു അവൻ എന്നെ പ്രാങ്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനും പ്രാങ്ക് അവനെ അങ്ങോട്ട് ഞാൻ പ്രാങ്ക് ചെയ്താ.